സൗദി എയർലൈൻസിൻ്റെ ബാക്കി ബിസിനസ് ക്ലാസ് വിശേഷങ്ങളാണ്. എൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. ഈ മെനുവിൽ അധികം പേരുകളൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ഞാനൊരു മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതാ എൻ്റെ ഫുഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ ആ മെനുവിൽ കണ്ടില്ല കേട്ടോ. ഇനി എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അതിൻ്റെ കൂടെ സാലഡ്സും ഡെസേർട്ടും പിന്നെ ഈ ബണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ഫുഡ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞ് ക്രൂവിനെ തിരിച്ചയച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ബിസിനസ് ക്ലാസ്സിലെ മറ്റുള്ള പാസഞ്ചേഴ്സിനേക്കാളും ഏറ്റവും ഫസ്റ്റ് ഞാനാണ് ഫുഡ് കഴിച്ചത്. ബാക്കി എല്ലാവരും അവിടെ വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതിൻ്റെ സെക്കൻഡ് മൊമെൻറ്റിൽ ഞാൻ ഫുഡ് കഴിച്ചു തുടങ്ങിയായിരുന്നു. പിന്നെ ഫുഡിന് ശേഷം ഈ ഒരു സ്മൂത്തി ഉണ്ടായിരുന്നു, ആപ്പിൾ സിനമൺ സ്മൂത്തി ആയിരുന്നു അത്. പിന്നെ ഞാൻ ഈ സാലഡ് കഴിച്ചു നോക്കി. ഇതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്കിത് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. കൂടുതലെന്ത് പറയാൻ, അവിടെ കണ്ടതും കിട്ടിയതും എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ലാസ്റ്റായിട്ട് ഞാൻ ഡെസേർട്ട് എടുത്തു. കാരമൽ പുഡിംഗ് ആയിരുന്നു. അടിപൊളി കാരമൽ പുഡിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരമൽ പുഡിംഗ്. എനിക്ക് നാട്ടിൽ വെച്ച് കാരമൽ പുഡിംഗ് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ഫ്ലൈറ്റിൽ കിട്ടിയ കാരമൽ പുഡിംഗ്, ഓ മൈ ഗോഡ്, എന്ത് സൂപ്പറായിരുന്നു. ക്യാബിൻ ക്രൂ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എനിത്തിങ് എൽസ് മാം, ഹാവ് യു ഡൺ മാം എന്നൊക്കെ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് തന്നെ ഇനി എന്ത് ഓർഡർ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടും തന്നെ ഞാൻ ഒന്നും മിണ്ടാതെ പുതച്ച് മൂടി കിടന്നുറങ്ങി. എൻ്റെ ഈ ബിസിനസ് ക്ലാസ് ക്യാബിൽ എൻ്റെ അടുത്തുള്ള സീറ്റിലും എൻ്റെ അപ്പുറത്തുള്ള സീറ്റിലും അതിൻ്റെ അപ്പുറത്തുള്ള സീറ്റിലും ആരും ഉണ്ടായിരുന്നില്ല. ആകെ 4 പാസഞ്ചേഴ്സ് മാത്രമേ ബിസിനസ് ക്ലാസ് ക്യാബിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഫ്രീ ആയിരുന്നു. പിന്നെ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് ഈ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു.